പ്രൈസ് ദി ലോർഡ്. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ഞാൻ ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളോട് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 128 സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അതേ പ്രിയരെ, വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 128 സങ്കീർത്തനത്തിനകത്ത് ആരാണ് ഭാഗ്യവാൻ? ഭാഗ്യവാൻ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ദൈവത്തിൻ്റെ ഫേവറുകൾ എന്താണ്? അതൊക്കെ നാം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആഴമായി അറിയാണ്ട് നാം ദൈവത്തെ സ്തുതിച്ചു പോകും. ഈ പ്രഭാതത്തിൽ നീ ഒരു ഭാഗ്യവാനാണ് കേട്ടോ. ആരെല്ലാം നിന്നെ തകർക്കാൻ ശ്രമിച്ചിട്ടും, ആരെല്ലാം നിനക്കെതിരെ പദ്ധതി ഒരുക്കിയിട്ടും, എത്രയോ പേർ നിന്നെ തീർത്ത് കളയാൻ, നിന്നെ മുച്ചൂടും മുടിച്ചു കളയാൻ എല്ലാം പദ്ധതികൾ ഒരുക്കിയിട്ടും നീ തകരാതെ നിൽക്കുന്നില്ലേ? അത് നീ ഭാഗ്യവാനായതുകൊണ്ടാണ്. കാരണം നീ ദൈവമുള്ളവനായതുകൊണ്ടാണ്. ഈ പകൽക്കാലം ദൈവം നമ്മുടെ കൂടെ ഉള്ളതാണ് നമ്മുടെ ഭാഗ്യം. ഉലകത്തിൽ നല്ല വീടുള്ളതല്ല, നല്ല കാറുള്ളതല്ല, നല്ല വസ്ത്രമോ നല്ല ആഹാരം, ഇതെല്ലാം നല്ലതാണ്. പക്ഷേ ദൈവം നമ്മുടെ കൂടെയുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ദൈവം കൂടെയുള്ളവൻ്റെ ജീവിതത്തിനകത്താണ് നാം വായിച്ച വചനം ഇങ്ങനെ പറയുന്നു: നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ നീ അധ്വാനിക്കുന്നത്, നീ കഷ്ടപ്പെടുന്നത്, നീ കണ്ണുനീരോടെ വിതച്ച് ആർപ്പോടെ കൊയ്യുന്നത്, അത് നീ തന്നെ അനുഭവിക്കും, നിന്റെ തലമുറ തന്നെ അനുഭവിക്കും. അത് ദുഷ്ടൻ അവകാശം പറയാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നുണ്ട്: നീതിമാന്റെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടൻ്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. പ്രിയരെ, വേദനാജനകമായ വിഷയങ്ങൾ ഫേസ് ചെയ്യുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി ചേർത്ത് നിർത്തി, രാത്രിയില്ലാതെ പകലില്ലാതെ ജീവിതം ഒരു കര പറ്റിക്കാൻ വേണ്ടി അധ്വാനിച്ചു. എന്നിട്ടും എവിടെയൊക്കെ ദൈവദാസനെ എൻ്റെ നന്മകൾ ശത്രു കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കാത്ത തകർച്ച, പ്രതീക്ഷിക്കാത്ത രോഗം, പ്രതീക്ഷിക്കാത്ത അനർത്ഥം, പ്രതീക്ഷിക്കാത്ത വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളിലുള്ള ജീവിതത്തിനകത്ത് താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നു എന്നാരെങ്കിലും പറയുന്നുണ്ടോ? ഈ പകൽക്കാലം ആത്മാവിൽ ചിലതിനെ ശാസിച്ചിട്ട് നിന്റെ അധ്വാന ഫലം നീ തന്നെ ഭക്ഷിക്കാൻ പോകുകയാണ്. നീ അധ്വാനിച്ചത് നിന്റെ തലമുറകൾ ആ നന്മ ഭക്ഷിക്കാൻ പോകുകയാണ്. കാരണം നീ ഭാഗ്യവാനാണ്. കാരണം നിന്റെ കൂടെ ദൈവമുണ്ട്. ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് നിന്റെ അധ്വാന ഫലം ഒരു ദുഷ്ടനും ഭക്ഷിക്കാൻ കഴിയില്ല, ഒരു ദുഷ്ടനും അപഹരിച്ചെടുക്കാൻ കഴിയില്ല. താമേ, നീതിമാന്റെ അവകാശത്തിൻ്റെ മേൽ ഒരു ദുഷ്ടൻ്റെ ചെങ്കോലും ഇരിക്കത്തില്ല. ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങനെ വചനം ഡിക്ലെയർ ചെയ്യുമ്പോൾ ചില കൂടാരങ്ങൾക്കകത്തുനിന്ന് ദുഷ്ടൻ്റെ ചെങ്കോലുകൾ ദൈവം തകർത്ത് കളയുകയാണ്. ദുഷ്ടനിട്ട പദ്ധതികൾ, ദുഷ്ടൻ അപഹരിച്ചു കളയാൻ, നന്മയെ അപഹരിച്ചു കളയാൻ, ചില വസ്തുക്കളെ, ചില കുടുംബത്തിലെ നന്മകളെ സ്നേഹത്തോടെ നിന്ന് ആരുമറിയാതെ തകർത്ത് കളഞ്ഞ് കൈക്കലാക്കാൻ ശത്രുവിട്ട പദ്ധതികളെ ഈ പ്രഭാതത്തിൽ എൻ്റെ ദൈവം ക്യാൻസൽ ചെയ്യുകയാണ്. ദുഷ്ടൻ്റെ രഹസ്യ അജണ്ടകളെ എൻ്റെ ദൈവം ക്യാൻസൽ ചെയ്യുകയാണ്. ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിൽ നന്മ വെളിപ്പെടാൻ പോകുകയാണ്. പ്രിയ, വേദപുസ്തകത്തിനകത്ത്, രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് ഒരു ഹൃദയസ്പർശിയായ ഒരു സന്ദർഭമുണ്ട്. അവിടെ ഒരു വലിയ കൊട്ടാരം, ആ കൊട്ടാരത്തിനോട് ചേർന്ന് ഒരു മനുഷ്യൻ, അവൻ്റെ അപ്പൻ നട്ടുവളർത്തിയ ഒരു മുന്തിരിത്തോട്ടം, മനോഹരമായ മുന്തിരിത്തോട്ടം, കെട്ടി അടയ്ക്കപ്പെട്ട മുന്തിരിത്തോട്ടം, അവൻ്റെ അപ്പൻ
അവൻ്റെ അപ്പൻ്റെ കാലശേഷം അല്ലെങ്കിൽ പിതൃസ്വത്തായി, പിതാവിൻ്റെ അവകാശമായി അവന് കൈമാറി എന്ന് പറഞ്ഞാൽ മകന് കൈമാറിയിട്ട് പോയ ആ മനോഹരമായ മുന്തിരിത്തോട്ടം ഇത് സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരത്തിനടുത്താണ്, രാജകൊട്ടാരത്തിനടുത്താണ്. രാജാവിൻ്റെ മട്ടിപ്പാവിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ മുന്തിരിത്തോട്ടം കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ രാജാവിന് ഒരാഗ്രഹം, ആ മുന്തിരിത്തോട്ടത്തെ അവനിൽ നിന്ന് കൈവശമാക്കിയിട്ട് ആ മുന്തിരിത്തോട്ടം രാജാവിന് ചീരത്തോട്ടമാക്കാൻ. പ്രിയരേ, ആഹാബ് എന്ന് പറയുന്ന രാജാവ് ഒരു ദൈവമനുഷ്യനായ, ഒരു ദൈവസന്നിധിയിൽ കരയുന്ന വിശ്വസ്തനായിരുന്ന നാബോത്ത് എന്ന് പറയുന്ന ഒരു ഭക്തന് തൻ്റെ പിതാവിൻ്റെ അവകാശത്തിലൂടെ കൈമാറി വന്ന തൻ്റെ മുന്തിരിത്തോട്ടത്തെ ആഹാബിന് അവകാശമാക്കിയിട്ട് ചീരത്തോട്ടമാക്കണം. ഈ പകൽക്കാലം ഏതൊക്കെ കൂടാരത്തെ നോക്കി ലിറ്ററലി ആത്മാവ് പ്രവചിക്കുക. നീ അധ്വാനിച്ചതും നിന്റെ പിതാക്കന്മാർ കണ്ണുനീരോടെ അധ്വാനിച്ചതും തലമുറയായി നിന്റെ ജീവിതത്തിൽ കൈമാറിയതും ചില നന്മകളെ ശത്രു ലക്ഷ്യമിട്ട്, ചില ഭവനങ്ങളെ, ചില വസ്തുവകകളെ, ചില ബിസിനസ്സിനെ, ചില ആരോഗ്യ മേഖലകളെ, രാമാനാഥരകൾ, ചില ശുശ്രൂഷാ മണ്ഡലങ്ങളെ, ചില സഭകളെ, ചില മിനിസ്ട്രികളെ ലക്ഷ്യമിട്ട് പമ്പിയിരിക്കുന്ന ചില ആഹാബ്യ മണ്ഡലങ്ങൾ ഒരായുസ് മുഴുവനും അധ്വാനിച്ച് വേലികെട്ടി സംരക്ഷിച്ചിരുന്ന ചീരത്തോട്ടം നാബോത്തിനോട് ചോദിക്കുക, നാബോതേ, ഞാൻ നന്മ തരാം, നീ ആ മുന്തിരിത്തോട്ടം എനിക്ക് തരാമോ? എനിക്കതിനെ ഒന്ന് ചീരത്തോട്ടമാക്കണം. ഈ പകലും ആത്മാവ് ലിറ്ററലി പ്രവചിക്കുക. ചില ശത്രുവിൻ്റെ പദ്ധതികൾ നിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കാനാ, നിന്റെ തലമുറയുടെ ഭാവിയെ ചീരത്തോട്ടമാക്കാനാ, നിന്റെ സഭയെ ചീരത്തോട്ടമാക്കി കളയാനാ. രാമാനാഥുരകൽഖമ, ദൈവം കെട്ടിയടക്കപ്പെട്ട തോട്ടത്തെ, മുന്തിരിത്തോട്ടത്തെ അവൻ അവകാശം പറയാനാ. റീഖാമാന, നീതിമാന്റെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ അവൻ നീട്ടുകയാ. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തന്നെ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. വിശ്വസിക്കാമോ? എത്ര വലിയ രാജാവ് നിനക്കെതിരെ പദ്ധതിയിട്ടാലും, എത്ര വലിയ പ്രഭുക്കന്മാർ നിന്റെ നന്മയെ അവകാശമാക്കി കളയാൻ പദ്ധതിയിട്ടാലും, ഈ പ്രഭാതത്തിൽ ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്, നീ വിശ്വസിക്ക്. ദൈവം ചില ആഹാബുമാരെ തകർത്ത് കളഞ്ഞിട്ട് ദൈവം നിന്റെ അവകാശത്തെ സംരക്ഷിച്ച് നിന്റെ കരത്തിൽ തരാൻ പോകുകയാണ്. നീ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? നീ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണോ? നീ ഉപവസിക്കുന്ന വ്യക്തിയാണോ? രാപ്പകലില്ലാതെ ദൈവസന്നിധിയിൽ കരയുന്ന വ്യക്തിയാണോ? ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാ. നിന്റെ മുന്തിരിത്തോട്ടത്തെ ഒരിക്കലും ഒരു ശത്രുവിനും ചീരത്തോട്ടമാക്കാൻ കഴിയില്ല. ഒരു ശത്രുവിനും അവകാശമാക്കി കളയാൻ കഴിയില്ല. വിശ്വസിക്കുക കേട്ടോ. ആ പദം ഒന്ന് ചേർന്ന് പറയാൻ കഴിയുമോ? എൻ്റെ കൈകളുടെ അധ്വാന ഫലം ഞാൻ തിന്നും, ഞാൻ ഭാഗ്യവാൻ, കാരണം എനിക്ക് നന്മ വരും. വിശ്വസിക്ക്. ചില ആഹാബിൻ്റെ പദ്ധതികളെ ദൈവം പൊളിക്കും. നിന്റെ നന്മയെ അവകാശമാക്കി കളയാൻ ശത്രുവിട്ട പദ്ധതികളെ എൻ്റെ ദൈവം പൊളിക്കും. ദൈവം ചിലത് സ്ഥിരമാക്കും. ദൈവത്തിൻ്റെ ചില പദ്ധതികൾ നിന്നിൽ വെളിപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ വെളിപ്പെടുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് നന്മ വെളിപ്പെടുത്തിയെന്ന് നീ തിരിച്ചറിയത്തക്ക നിലവാരത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. അതേ പ്രിയരെ, വിശ്വസിക്ക്. ഈ പകൽക്കാലം നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. വിശ്വസിക്കാമോ? വിശ്വസിക്കുന്നവർ മാത്രം എൻ്റെ കൂടെ ചേർന്നെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഷാറാമാന, എവിടെ ഇരുന്നായാലും ഒരു പദം എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗമേ, ഈ പകൽക്കാലം എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുക. ഏത് രാജ്യത്തിരുന്ന് ഇവർ ഈ ശബ്ദം കേട്ടാലും, ഏത് പട്ടണത്തിലിരുന്ന് ഇവർ ഈ ശബ്ദം കേട്ടാലും, ഈ പ്രഭാതത്തിൽ അവർ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചില ദുഷ്ടൻ്റെ ചെങ്കോലുകൾ മാറട്ടെ.
ചില രാജകീയ പദ്ധതികൾ പൊളിയിട്ട് പിതാക്കന്മാരുടെ അവകാശം തലമുറയാ അവർ കൈകൊണ്ട് അധ്വാനിച്ചത് അവർ തന്നെ ഭക്ഷിക്കത്തക്ക നിലപാട്, അവർ ദൈവപ്രവൃത്തി വെളിപ്പെടണം. കരയുന്നവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ. ഞാൻ അങ്ങനെ പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. മഹത്വത്താൽ മൂടും പ്രാർത്ഥന കേൾക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അതേ പ്രിയരെ, വിശ്വസിക്ക്. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അതുകൊണ്ട് ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാമോ? പരിശുദ്ധാത്മാവിനോട് പറയാമോ, ഹോളി സ്പിരിറ്റ് ലീഡ് മീ ടുഡേ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി മാറാം. God bless you. Amen.